എല്ലാരും എഴുന്നേറ്റ് ഓരോ സ്ഥലത്തോടെ ഇങ്ങനെ കുത്തി ഇരിപ്പുണ്ട്. രാവിലെ പഠിത്തം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എഴുന്നേക്കത്തില്ല. പഠിത്തമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആൾക്കാര് പൊങ്ങി വരും. ഓരോരുത്തർ അവിടെ ഇരിക്കുന്നു, ഒരാൾ അരിയിടിയിരിക്കുന്നു. ഇൻഡക്ഷൻ കുക്കർ പോയി കിടക്കുന്നതാണ്. ആൾക്കാർ ചില സമയത്ത് അത് ഓണാകും, ചില സമയത്ത് ഓണായല്ല. ഇന്ന് എന്തുകൊണ്ടോ രാവിലെ ഓണായി. അത് കാരണം ചായ ഇവിടെ തിളപ്പിച്ചു. ഒറ്റ കട്ടിലേന്ന് പൊങ്ങിയിട്ടില്ല. തലേന്ന് പൊക്കിക്കടി, ഒന്ന് പൊക്കടി. ആ പല്ലുവേദന എനിക്കല്ലേടി. അമ്മ ചായ എടുത്തോണ്ടിരിക്കുന്നു. എന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോവും. അത് കാരണം എന്റെ കോലം ഞാൻ കാണിക്കുന്നില്ല. അമ്മ പിന്നെ വൃത്തിയായിട്ട് നല്ല സുന്ദരിയായിട്ടായിരിക്കുന്നു. എടാ ആദി, ഈ സാധനം ഊരിയിട്ട് ഇവിടെയാണോ ഇടുന്നേ? ആ എടുത്തോണ്ട് അലക്കാനിട്ടേ. ഇരിക്കുന്നുണ്ടോ കട്ടിലേല്? ഞങ്ങള് ഇങ്ങനെയൊക്കെയാ കണ്ണാണ് കേട്ടോ കിടക്കുന്നത്. ആശുപത്രി പോലെ കട്ടിലിങ്ങനെ നിരത്തിയിട്ടിട്ട്. ഞങ്ങക്ക് റൂമുകളൊന്നുമില്ല. ഒരു റൂമുണ്ട്, ഒരു റൂം മഴ തന്നെ. ഇന്നലത്തെ മഴയത്ത് അതിനകത്ത് നിറച്ച് വെള്ളമായിരിക്കും. അതിൻ്റെ അകത്ത് ആ അടയിലിട്ടുന്ന ബാഗൊക്കെ നീക്കിയിട്ടായിരുന്നോ? എന്റെ കൊച്ചെനിക്ക് ഇടാൻ ചെരുപ്പെടുത്തോ. ഇവരെയൊക്കെ ഞാൻ സഹിക്കണല്ലോ എന്നോർത്തു. ഞാൻ സ്കൂളിൽ പൊക്കോളൂലോ എന്നോർത്തു. രക്ഷ. അമ്മ ചായ. മാവ് പൊങ്ങിപ്പോയോ അമ്മേ? എടാ വൈകിട്ട് മേടിച്ചോണ്ട് വരാടാ. അച്ഛൻ ഇതാ ബിസ്ക്കറ്റ്. ഇത് ഫ്രിഡ്ജിന്റെ പക്കത്ത്. ആര് 3 അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ബാലൻസ് കൊടുത്തേരെ. 3 അതിൻ്റെ അകത്ത് ഇല്ലെന്ന് എനിക്ക് തോന്നാം. 3 ഇട്ടിട്ടാ ഞാനിങ്ങ് കൊടുത്തത്. മൂന്നെണ്ണം ഉള്ളൂ കേട്ടാ. ആ രാവിലെ എന്റെ ഡ്യൂട്ടി വന്നു. പട്ടീനെ അയച്ചു വിടൽ. പപ്പീസേ, ഒന്ന് പോയിട്ട് വരാവോ? ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാ. പോയിട്ട് വാ, പോയിട്ട് വാ, പോയിട്ട് വാ. അത് ചാർജ് തീർന്നുപോയി. അത് കുത്തിയിട്ടേക്കുവാ. അന്നേരം അടുത്ത ഫോണും കൊണ്ട് വന്നു. പക്ഷെ ഇതിൻ്റെ അകത്ത് അത്ര എന്നാന്ന് അറിയത്തില്ല. അതിന്റെ ക്യാമറക്ക് അമ്മ അപ്പം ചൂടുന്നു. ഞങ്ങളുടെ അടുക്കള കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇവിടെയൊക്കെ കാണാം, ഇവിടെ ഒന്നും കാണത്തില്ല. ഇതിന്റെ അകത്തൊരു വെട്ടം പോലെ കാണുന്നു. ഇവിടെ എന്താ മാവ് അമ്മ കലക്കി വെച്ചിരുന്നതാണ്. ഞാൻ അമ്മ ചുട്ടുകൊണ്ടിരിക്കുന്നു. അത് തീർന്നു പോയില്ലേ? 80 രൂപ കൊടുക്കണ്ടേ പറഞ്ഞ വാങ്ങിക്കണമെങ്കിൽ. ഇറച്ചി കറി വെച്ചതുണ്ട്. അപ്പോ ഇറച്ചിക്കറി കൂടെ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
ആള് കഷ്ണം കളയുമായിരിക്കും, എരിവായിരിക്കും അവക്ക്. അതല്ലേ അവൾക്ക് ചായാലും കൊടുക്കും. അതോക്ക് കൊടുക്ക. ആദിമോന് വേണ്ടേ? ആദിമോൻ എന്തിയേ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ എടുക്കുന്നില്ലേ? ആദിമോനെ, ആദ്യേ കുഞ്ഞാവേനെയൊക്കെ കൊണ്ട് കിടക്ക. അവിടെ കിടക്ക. കുഞ്ഞാ അവളെ ഓർണം കൊണ്ട് പോവുകയാണെ. അയ്യോ, ഇവിടെ തീക്കകത്ത് ചാടി വരുന്നോടെ ഒരെണ്ണം ചാടി വരും. വീട്ടിൽ കണ്ടില്ലേ ഇന്നോ? അയ്യോ അയ്യോ, ഞാൻ മുളക് പൊടി ഇട്ടില്ല. അപ്പൊ ഒരു തുള്ളി എന്നെ പോലും ഇഷ്ടമല്ല. അവള് കഴിയിട്ട് പോട്ടെ, അവള് വാഴ കേട്ടതാ. വെറുതെ പൂപ്പത്തി കൊണ്ടിട്ടാ മാറിക്കടാ. വായും കൂടെ കഴിയിട്ട് പോകും. വായി വെള്ളം കൊണ്ട് തുപ്പിയിട്ട് പോകും. അവള് കഷ്ണം കൂട്ടിയതാ. അവിടെ എരിവാന്നും പറഞ്ഞ എരിവാണ്. ആ കലത്തിന്റെ ഒക്കത്ത് എടുത്ത് വെച്ചേക്കുന്നു. അരിക്കലത്തിന്റെ ഒക്കത്ത് മുളക് പൊടി ഇട്ടോ നീ? പിന്നെ മുളക് പൊടി തൊട്ടില്ല. എല്ലാരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന്റെ അകത്ത് എന്നാ ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ളതാണ്. ഇതിന്റെ അകത്ത് വേറെ അടിച്ചു കയറ്റലോ അഭിനയമോ ഒന്നുമില്ല. അല്ലേ അമ്മേ? ഇതിനകത്ത് അഭിനയം വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് റിയൽ ആയിട്ടുള്ളതാ. ഇതാണ് ഞങ്ങളുടെ ജീവിതം. ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും. ടാറ്റാ.